സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നും തിരുവെഴുത്തുകളുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തന്ന ഭാഗ്യാവസ്ഥയ്ക്കായിട്ട് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനായി, ഉപദേഷ്ടാവായി ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചു തരേണ്ടതിനുള്ള അപേക്ഷയോടെ വെളിപ്പാട് പുസ്തകം 12 ശ്രദ്ധ തിരിക്കാം. ഇന്നലെ നമ്മൾ ആ അധ്യായം പഠിച്ചു തുടങ്ങി. നമ്മൾ കണ്ടു വെളിപ്പാട് 12 അധ്യായം. അവിടെ മുതൽ ഡിവൈൻ ജഡ്ജ്മെന്റ് അപ്പോൺ ദ ജെന്റൈൽ വേൾഡ്, ജാതീയ ലോകത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് നാം അവിടെ പഠിക്കുന്നുണ്ട്. സ്തോത്രം. സാത്താന്റെ സിംഹാസനം ഭൂമിയിൽ അവൻ സ്ഥാപിച്ച് മനുഷ്യരെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഈ അധ്യായം മുതൽ കാണാം. എതിർ ക്രിസ്തുവിൻ്റെ തനതായ രൂപം, അവൻ്റെ ശരിയായ സ്വഭാവവും ഇടപെടലും നമുക്ക് ഈ അധ്യായം മുതൽ കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നാം അവൻ്റെ രംഗപ്രവേശം കണ്ടു. അവൻ്റെ വാഴ്ച അടുത്ത അധ്യായത്തിലാണ്. ഇതിന് രണ്ടിനുമിടയിൽ അവനെ ആ നിലയിൽ ക്രൂരനായ ഒരു രാജാവാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഈ 12 അധ്യായത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് നാം ഈ 12 അധ്യായത്തെ കഴിഞ്ഞ ദിവസം വിളിച്ച പേര് അല്ലെങ്കിൽ ഇട്ട ശീർഷകം എന്ന് പറയുന്നത് സ്ത്രീയും മഹാസർപ്പവും എന്നുള്ളതായിരുന്നല്ലോ. സ്ത്രീ ഇസ്രായേലിനെ കുറിക്കുന്നതും മഹാസർപ്പം സാത്താനെ കുറിക്കുന്നതുമായ രൂപകങ്ങളാണ്, അടയാളങ്ങളാണ്. മുൻപോട്ട് പ്രധാനപ്പെട്ട 7 അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 അടയാളങ്ങളാണ് നാം ഈ 12 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ 12 അധ്യായം നമ്മൾ ഇന്നലെ കണ്ടല്ലോ. 11 അധ്യായത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന്. നാം ഇവിടെ ഈ 12 അധ്യായത്തെ പഠിക്കുമ്പോൾ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ വിഭജിക്കാം. മലയാളം ബൈബിളിൽ 3 പാരഗ്രാഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പാരഗ്രാഫുകൾ തന്നെ ഈ അധ്യായത്തിന്റെ വിഭജനങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെയും മഹാസർപ്പത്തെയും പരിചയപ്പെടുത്തുകയാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധവും സാത്താന്റെ പതനവുമാണ്. ഭൂമിയിൽ മാത്രമായി സാത്താൻ പരിമിതപ്പെടുന്ന
അവന്റെ പരാജയവും വീഴ്ചയും. 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ തോറ്റുപോയ സാത്താന്റെ ഇസ്രായേലിനെതിരായുള്ള ക്രോധം അതിൽ ഇസ്രായേലിനെ ദൈവം സഹായിക്കുന്നതും ആയ ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 ഭാഗങ്ങളായി നമുക്ക് വേണമെങ്കിൽ ഈ അധ്യായത്തെ തരംതിരിക്കാം. നമുക്ക് ഒന്നും കൂടെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ളൊരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നാളിൽ 3-ൽ 1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. സ്തോത്രം. ഇവിടെയാണ് ഈ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 7 അടയാളങ്ങളിൽ ആദ്യത്തെ 2 അടയാളങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, 1-ാമത്തെ അടയാളം 1-ാം വാക്യത്തിലുണ്ട്, 2-ാമത്തേത് 5-ാമത്തെ വാക്യത്തിലും. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, പിന്നീട് ഒരു വലിയ ഡ്രാഗൺ, മഹാസർപ്പം. ഇങ്ങനെ 2 അടയാളങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ അടയാളമായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കണ്ടു. അത് പല അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടെങ്കിലും അത് ഇസ്രായേലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഈവൻ നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ വരെ പേര് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്രിസ്ത്യൻ സയൻസ് എന്ന് പറയുന്ന ഒരു മതം, ഒരു ചർച്ച് ഉള്ളതായിട്ട്. ക്രിസ്ത്യൻ സയൻസ് ഒരു ചർച്ചിന്റെ പേരാണ്. അതിന്റെ ഫൗണ്ടർ, അതിന്റെ സ്ഥാപക ഒരു സ്ത്രീയാണ്. അവരുടെ പേര് മേരി ബേക്കർ എഡി എന്നാണ്. EDDY, എഡി. അതിലെ ഒത്തിരി ഉപദേശങ്ങളൊക്കെ, പ്രാർത്ഥനകളൊക്കെ നമുക്ക് വളരെ വേദപുസ്തകപരമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ദൈവിക രോഗശാന്തി തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ തീവ്ര നിലപാട് പുലർത്തുന്നവരാണ് അവർ. മരുന്നുപയോഗിക്കാൻ പാടില്ല എന്ന, പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ ഇന്നും നടക്കണം എന്ന വലിയ തീവ്രമായ ഉപദേശം പറയുന്ന ഒരു കൂട്ടരാണ്. യേശുക്രിസ്തുവിന്റെ പക്ഷേ ദൈവത്വത്തെ നിഷേധിക്കുന്ന തൃത്വ നിഷേധികൾ ഒക്കെ ആയിട്ടുള്ള ഒരു കൾട്ടിക് ഗ്രൂപ്പാണ് അവർ. അതിലെ ഈ സ്ത്രീ തന്നെ അവരെഴുതിയൊരു പുസ്തകമുണ്ട്. അതാണ് അവരുടെ ബൈബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ബൈബിൾ ഉപയോഗിക്കും, എന്നാൽ ഈ സ്ത്രീ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് അവർ അവരുടെ പ്രധാനപ്പെട്ട
ആ, എന്തുവാ അടിസ്ഥാന സംഗതിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ പറയുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഈ സ്ത്രീയാണ്, ഈ എഡിയാണ് ഇവിടെ പറയുന്ന ആകാശരാജ്ഞി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ സ്ത്രീ അത്ര. 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സ്ത്രീയെ അത് ഈ ക്രിസ്ത്യൻ സയൻസ് എന്ന സഭയുടെ സ്ഥാപകയായ എഡി എന്ന് പറയുന്ന വനിതയാണെന്ന് അവര് തന്നെയും അവരുടെ സഭയും അവകാശപ്പെടുന്നു. ഇങ്ങനെ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന അല്ലെ ജീവിച്ചിരുന്ന വ്യക്തികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ സ്ത്രീ എന്ന നിലയിൽ അവകാശവാദം മുഴക്കുന്നുണ്ട്. എന്നാൽ മറിയ ഉൾപ്പെടെയുള്ളവരല്ല ഈ സ്ത്രീ എന്നുള്ളതിന് നമ്മൾ ഇന്നലെ തെളിവുകൾ കാണുകയും ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ച് ഇസ്രായേലാണ് ഈ സ്ത്രീ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ ദൈവസഭ കന്യകയാണ്. ദൈവസഭ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരമ്മയോ അല്ല. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ പഴയ നിയമത്തിൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇസ്രായേലിനെയാണ് വിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ധാരാളം ഭാഗങ്ങൾ നമുക്കുണ്ടല്ലോ വിവാഹിതയായ സ്ത്രീയെ. ഇസ്രായേൽ ഈസ് very much illustrated in the Old Testament as a married woman. പലതരത്തിൽ ആ സ്ത്രീയെ പറ്റി നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. എ മാരീഡ് വുമൺ, വിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ. കൂടാതെ ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ മതങ്ങളും തന്നെ അറിയപ്പെടുന്നത് സ്ത്രീലിംഗത്തിലാണ്. എല്ലാ മതങ്ങളെ, ക്രിസ്തീയ സഭ ഉൾപ്പെടെ ഉള്ളതിനെ സ്ത്രീലിംഗത്തിലാണ് അറിയുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെ ഇസ്രായേലാണ് ഈ സ്ത്രീ എന്നതിന് നമുക്ക് സംശയിക്കേണ്ടതില്ല. 1-2 വാക്യങ്ങൾ. യിരെമ്യാവ് 3:20, ജെറമായ 3:20. ഇസ്രായേൽ ഗ്രഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഹോശേയ പിന്നെ പറയണ്ടല്ലോ. ഇസ്രായേലും യഹോവയായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഏറ്റവും വിചിത്രമായി ചിത്രീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് ഹോശേയ പ്രവചനം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ദൈവത്തിന്റെ വിശുദ്ധന്മാരായ പുരോഹിതന്മാർ അഭിസാരികകളായ സ്ത്രീകളെ ഒന്നും വിവാഹം കഴിക്കരുതെന്ന് മോശ മുഖാന്തരം കൽപ്പന കൊടുത്തിരിക്കെ എന്തിനാണ് ദൈവം ഈ ഹോശേയ പ്രവാചകനോട് അങ്ങനെയുള്ള ഒരു ദുഷ്പ്രവർത്തിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാനും അവൾ പിന്നെയും പഴയ തൊഴിലിലേക്ക് പോയിട്ടും അവളെ പിന്തുടർന്ന് വിളിച്ചുകൊണ്ടുവരുവാനും ഒക്കെ പറഞ്ഞത്? നമുക്കറിയാം, ഇസ്രായേലും യഹോവയായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ
പഴയ നിയമം ചിത്രീകരിക്കുന്നത് ഭാര്യയും ഭർത്താവും എന്ന നിലയിലാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഭാര്യാഭർത്തൃബന്ധത്തിലെ ചാരിത്രികത, ചാസ്റ്റിറ്റി ഇൻ ഫാമിലി ലൈഫ്, കുടുംബജീവിതത്തിലെ വിശുദ്ധി, അതാണ് ഏറ്റവും അധികം നിലനിർത്തേണ്ടതായ ഒരു ബന്ധം. ഭാര്യാഭർത്തൃബന്ധത്തിൽ അവിശ്വസ്തത കാണിച്ചാൽ ഏറ്റവും ഹീനമായ ഒരു കർമ്മമായി അതിനെ കണക്കാക്കുന്നു. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള അതിവിശുദ്ധമായി സൂക്ഷിക്കപ്പെടേണ്ട ബന്ധത്തെ വിഗ്രഹാരാധന നിമിത്തം അശുദ്ധമാക്കുമ്പോൾ ആത്മീയ പരസംഗമായി ദൈവം അതിനെ ചിത്രീകരിക്കുന്നു. ഏറ്റവും ഘനിഷ്ഠമായ ബന്ധം, ഏറ്റവും ആഴത്തിലുള്ള ബന്ധം, രക്തബന്ധം തീരെയില്ലെങ്കിലും ഏറ്റവും ആഴത്തിലുള്ള ബന്ധം ഭാര്യാഭർത്തൃബന്ധം തന്നെയാണ്. ലോകത്തിൽ ഉള്ള ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ആഴത്തിലുള്ള സ്നേഹബന്ധം ഭാര്യാഭർത്തൃബന്ധം. അതിലാണ് ഏറ്റവും കൂടുതൽ പരിപാവനത ആവശ്യമുള്ളത്. എഗെയിൻ ചാസ്റ്റിറ്റി. അതിലുണ്ടാകുന്ന വീഴ്ച അസഹനീയമാണ്. യഹോവയായ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ ഇസ്രായേൽ സേവിക്കുന്നതിനെ ആത്മീയ പരസംഗമായി ദൈവം ചിത്രീകരിക്കുവാൻ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃബന്ധത്തോടാണ് പഴയ നിയമം ഉപമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വിചിത്രമായ ചിത്രീകരണം ഹോശയ്യ പ്രവചനത്തിലാണ് കാണുന്നത്. ആ പുസ്തകം മുഴുവനും അങ്ങനെ തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ കൂടാതെ യെശയ്യാവ് 54 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങളെ കാണാം. ഐശയ്യ 54 1-6 അവിടെയും ഇതേ കാര്യങ്ങൾ നമുക്ക് കാണാം. എഹെസ്കേൽ 16 8 തൊട്ട് 14 വരെ, എസേക്കിയേൽ 16 8-14, ഇവിടെയെല്ലാം നാം ഈ ഒരു ചിത്രമാണ് വളരെ വ്യക്തതയോടെ കാണുന്നത്. പറഞ്ഞു വന്നത്, സൂര്യനെ അണിഞ്ഞ സ്ത്രീ. 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന സ്ത്രീ അത് ഇസ്രായേൽ രാഷ്ട്രമാണ്, ഇസ്രായേൽ ജാതിയാണ്. ഇത്രയും കാര്യങ്ങളിൽ സംശയം ഒന്നുമില്ലായിരിക്കുമല്ലോ. മുൻപോട്ട് പോകാമല്ലോ. അന്നേരം ഉണ്ടായ ശിശു യേശു ആണോ? അങ്ങോട്ട് വരാം. ഓക്കെ. സ്ത്രീയുടെ വിഷയത്തിൽ സംശയങ്ങളില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ കാണുന്നത് 2-ാമത്തെ വാക്യവും നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അതിൻ്റെ 2 അർത്ഥതലങ്ങൾ ഇന്നലെ കണ്ടു. ഇസ്രായേൽ യേശുക്രിസ്തുവിന് ജന്മം നൽകിയ ഒരു ജാതി എന്ന നിലയിൽ അതിനുവേണ്ടിയായിരുന്നു ഇസ്രായേലിൻ്റെ രൂപീകരണം തന്നെ. ഇസ്രായേലിൻ്റെ രൂപീകരണത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം
യേശുക്രിസ്തുവിനെ അവരിലൂടെ ലോകത്തിന് നൽകുക എന്നതായിരുന്നു. മുമ്പൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. ചിലരൊക്കെ പറയുന്നത് ഇസ്രായേലിനോട് ദൈവത്തിന് എന്തോ പക്ഷാഭേദമുണ്ട്. ഇല്ല. ദൈവം ഇസ്രായേലിനെയാണോ തിരഞ്ഞെടുത്തത്? അതോ ദൈവം ജാതികളെയായിരുന്നുവോ എന്നത്? ദൈവം ഇസ്രായേലിനെ ആയിരുന്നുവോ ജാതികളെയായിരുന്നുവോ തിരഞ്ഞെടുത്തിരുന്നത്? അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ. അബ്രഹാം ഇസ്രായേലിനായിരുന്നോ ജാതീയനായിരുന്നോ? ജാതീയനല്ലേ മാസ്റ്റർ? ജാതീയനായിരുന്നു. അപ്പനൊക്കെ വിഗ്രഹം ഉണ്ടാക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാം ഇസ്രായേലിയനോ യഹൂദനോ അല്ല, വിജാതീയനായിരുന്നു, വിഗ്രഹങ്ങളെ സേവിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് മോശ ഇസ്രായേലിനോട് പറയുന്നത്, പിന്നീട് യോശുവായും ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാര് പണ്ട് സേവിച്ചിരുന്ന നദിക്ക് അക്കരെയുള്ള ദൈവങ്ങളെ വേണമെങ്കിൽ സേവിക്കാം. വിഗ്രഹാരാധികളായിരുന്നു അവർ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരായിരുന്നു അബ്രഹാം എന്ന ഒരു പ്രസംഗമുണ്ട്. എനിക്ക് ബൈബിളിൽ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കാണാൻ പറ്റാഞ്ഞതാണോ എന്നറിയില്ല. അങ്ങനെ റെഫറൻസ് വല്ലതും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പങ്കുവെക്കണേ. ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. എന്നാൽ വിഗ്രഹാരാധിയായിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ യോശുവായും തന്റെ ജീവിതാവസാനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പം ഇസ്രായേലിന്റെ രൂപീകരണത്തിനായി അവരുടെ പൂർവപിതാവായ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാം ആരായിരുന്നു? ജാതീയനായിരുന്നു. അബ്രഹാം ജാതീയനായിരുന്നു. അങ്ങനെയാകുമ്പം ഇസ്രായേലിനോട് ദൈവത്തിന് എന്തോ പ്രത്യേക കരുണയുണ്ടെന്നൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയണ്ട. പക്ഷെ ഈ നോഹയുടെ വംശാവലിയിൽ നിന്നല്ലേ അബ്രഹാം? ആന്നല്ലോ. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ഈ ആഡമിക് ജീനിയോളജിയിൽ എന്നാലും ജാതികളാണ്. ആരാണ് നോഹയുടെ വംശത്തിൽ പെടാത്തതായിട്ട് ലോകത്തിലുള്ളത്? അതെ, അതാണ് ഞാനത് അങ്ങനെ കൺക്ലൂഡ് ചെയ്തത്. ലോകത്തിലുള്ള സകല ജാതികളും നോഹയുടെ വംശത്തിൽപ്പെട്ടവരാ. അതെ. അതുകൊണ്ടാണ് നരവംശാസ്ത്രം, ആന്ത്രോപോളജി അനുസരിച്ച് ഇന്ന് ലോകത്തിലുള്ള സകല സമൂഹങ്ങളെയും കേവലം 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാമെന്ന് പറയുന്നത്. ഉപവിഭാഗങ്ങൾ വേറെയുണ്ട്. പ്രധാനമായിട്ടും 3 വിഭാഗങ്ങൾ മാത്രമേ നരവംശാസ്ത്രം അനുസരിച്ച് ലോകത്തിലുള്ളൂ. ശാസ്ത്രീയമായി പറഞ്ഞാൽ, വേദപുസ്തക പ്രകാരമല്ല. അത് വേദപുസ്തകത്തിന്റെ ഉപദേശത്തോടെ യോജിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ലോകത്തിലുള്ളവരെല്ലാം നോഹയുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ എന്ന്. അതിൽ ശേമ്യ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇസ്രായേല്യർ അല്ലെങ്കിൽ അബ്രഹാമ്യർ. അവർ മാത്രമല്ല, ശേമ്യ കുടുംബത്തിൽപ്പെട്ട വേറെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ 51 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത്, എടുത്തെങ്കിലൊന്ന് വായിച്ചോളൂ.
ഐഷയ 51, 1, 2 and 3. നീതിയെ പിന്തുടരുന്നവരും Yeah. യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. മതി മതി, തിരിഞ്ഞു നോക്കാനാ പറയുന്നേ. സ്തോത്രം. ആവർത്തനം 7:7 ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ സംഖ്യാപെരുപ്പം കൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ സംഖ്യയിൽ കുറവുള്ളവരായിരുന്നു. സ്തോത്രം, കുറവുള്ളവരായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന് ഇസ്രായേൽ എന്ന സമൂഹത്തോട് പ്രത്യേകിച്ച് മമതയൊന്നുമുള്ളതായി കാണുന്നില്ല. അവരുടെ മൂലപിതാവായ അബ്രഹാം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു, വിഗ്രഹാരാധിയായിരുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടയാളല്ലായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ എന്ന ഒരു വിശേഷ സമൂഹത്തെ ദൈവം വാർത്തെടുത്തുവെന്ന് മാത്രം. ദൈവം അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്തത് പോലും ആർക്കു വേണ്ടിയായിരുന്നു? ഇസ്രായേലിനെ ദൈവം ഇനിയും അവരോടൊരു മുഖപക്ഷം കാണിച്ചുവെങ്കിൽ കൂടെ ആർക്കു വേണ്ടിയായിരുന്നു ആ മുഖപക്ഷം കാണിച്ചതും അവരെ തിരഞ്ഞെടുത്തതും? മശിഹായ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി. ആർക്കായിട്ടായിരുന്നു മശിഹ അപ്പോൾ? ജാതികൾക്ക് വേണ്ടി, ജാതികളായ നമുക്ക് വേണ്ടി. അതെ. അപ്പോൾ അവരെ തിരഞ്ഞെടുത്തു എന്നതിൽ നമുക്ക് അവരോടോ ദൈവത്തോടോ അസൂയപ്പെടേണ്ട. അത് നമുക്ക് വേണ്ടിയായിരുന്നുവെന്ന തിരിച്ചറിവ് മാത്രം മതി. അതുമായി ബന്ധപ്പെട്ടാണ് നാം വെളിപ്പാട് 12:2 ഇന്നലെ കണ്ടത്. ഇസ്രായേൽ മശിഹയ്ക്ക് ജന്മം നൽകുവാൻ പ്രസവവേദനപ്പെടുന്നതിൻ്റെ 2 തലങ്ങൾ. ഏറിയ പ്രതികൂലങ്ങൾ അവരുടെ നിലനിൽപ്പിന് നേരെ പോലും അവർ സഹിച്ചു. ഇന്നിപ്പോൾ അവർ അങ്ങനെയുള്ള ദൈവിക കരുതലുകൾ അനുഭവിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിലനിന്ന സമൂഹം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ച ജാതി എന്ന നിലയിലാണ്. മുമ്പ് ദൈവം അവരെ കാത്ത് സംരക്ഷിച്ചത് യേശുവിനെ, ലോകൈക രക്ഷകനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കേണ്ട ജാതി എന്ന നിലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവതരിപ്പിച്ച സമൂഹം എന്ന നിലയിലാണ് അവരെ ദൈവം കാണുന്നത്. ആ ഒരു കരുതൽ തീർച്ചയായും അവർക്ക് വേണ്ടിയുണ്ട്. പക്ഷേ അത് അവരോട് മാത്രമുള്ള സ്വാർത്ഥതയല്ല, മുഴു ലോകത്തോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം മാത്രമാണ്. അങ്ങനെ നോവ് കിട്ടിയ സ്ത്രീയെക്കുറിച്ച് നാം 2-ാം വാക്യത്തിൽ ഇന്നലെ പഠിക്കുകയുണ്ടായി. ആ സ്ത്രീയുടെ മറ്റ് വിശേഷതകൾ നമ്മൾ കണ്ടു. ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ ആൺകുട്ടിയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ആ വിധ കാര്യങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ നാം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്
രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ അടയാളം. സ്വർഗത്തിൽ ഞാൻ മറ്റൊരു അടയാളം കണ്ടു. മറ്റൊരടയാളം. ആ മറ്റൊരടയാളമാണ് മഹാസർപ്പത്തെ കുറിച്ചുള്ളത്. എ ഗ്രേറ്റ് ഡ്രാഗൺ, ഒരു വലിയ തീ നിറമുള്ള സർപ്പം, മഹാസർപ്പം എന്ന് നാം അവിടെ കാണുന്നു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഈ മഹാസർപ്പത്തിന്റെ വിവരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ്? അതിന് 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടികൾ അഥവാ കിരീടങ്ങൾ. പിന്നെ അതിന്റെ നിറം അഗ്നിമയമാണ്, തീ നിറമാണ്. മഹാസർപ്പം വലുപ്പത്തിൽ വലുതാണത്. 4-ാമത്തെ വാക്യത്തിലുണ്ട്, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഈ മഹാസർപ്പം പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ അവളുടെ മുൻപിൽ നിന്നു. പിന്നീട് 7-ാമത്തെ വാക്യം മുതൽ നമുക്ക് ആ സർപ്പത്തെക്കുറിച്ച് കാണാം. ഗ്രേറ്റ് ഡ്രാഗൺ, നമുക്കറിയാം ഇത് സാത്താനെ കുറിക്കുന്നതാണ്. The fearful or the fierce and powerful nature of the devil. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു അക്ഷരീക സർപ്പമൊന്നും എവിടെയും ഇല്ല. അക്ഷരീകമായിട്ട് ഇങ്ങനെ ഒരു സർപ്പത്തെ നമുക്കെങ്ങും കാണുവാൻ കഴിയില്ല. നാടകത്തിലോ സിനിമയിലോ ഒക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് അവതരിപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് 3Dയും 7Dയും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ അവതരിപ്പിക്കുവാൻ പ്രയാസമില്ല. അല്ലെങ്കിൽ അനിമേഷനിലൂടെ ഇന്ന് ഇതൊക്കെ വളരെ സരളമായിട്ട് അവതരിപ്പിക്കാം. എന്നാലും അക്ഷരീയമായി ഇങ്ങനെ ഒരു സർപ്പമോ പാമ്പോ ഒന്നുമില്ല. ഇത് അടയാളമാണ്. ഈ അടയാളം ആരെ കുറിക്കുന്നു? പിശാചിനെ. അത് നമുക്ക് കുറെ കൂടെ വ്യക്തമാണ് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ. 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. കണ്ടോ, ഇപ്പോൾ അവനെ കുറെ കൂടെ വായനക്കാരായ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ മഹാസർപ്പത്തെ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ, പിന്നെ പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇരുപതാമത്തെ അധ്യായത്തിലും നാം അത് കാണുന്നു. 20-ന്റെ 2-ാമത്തെ വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങലയിട്ടു.
പ്രധാനമായുമുള്ള പിശാചിന്റെ രണ്ട് പേരുകളാണിത്. പേഴ്സണൽ നെയിംസ് ഓഫ് ദ ഡെവിൾ. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിപരമായ നാമങ്ങളാണ് അവനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പിശാചും സാത്താനും. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നും പിശാച് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എതിരാളി അല്ലെങ്കിൽ വിരോധി സാത്താൻ, മറ്റേത് അപവാദി. പിശാച് എന്ന് പറഞ്ഞാൽ അപവാദി. സൈറ്റൻ, ഒപ്പോണന്റ്, എതിരാളി, അഡ്വേഴ്സറി, എനിമി, എതിരാളി, വിരോധി, ശത്രു എന്നൊക്കെ പറയാം. പിശാച് അഥവാ ഡെവിൾ എന്ന് വെച്ചാൽ സ്ലാൻഡറർ, അക്യൂസർ, അപവാദം പറയുന്നവൻ, അപവാദി, കുറ്റം വിധിക്കുന്നവൻ എന്നൊക്കെയാണ്. ഇത് രണ്ടുമാണ് സാത്താന്റെ പ്രധാനപ്പെട്ട വ്യക്തിനാമങ്ങൾ, പേഴ്സണൽ നെയിംസ്. മറ്റുള്ളത് അവന്റെ വിശേഷണങ്ങളാണ്. അവന്റെ വിശേഷണങ്ങളിൽ പെടുന്നതാണ് മഹാസർപ്പം, പഴയ പാമ്പ്. പഴയ പാമ്പ് എന്നത് ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വശീകരിച്ചതുമായി, ഉപായത്താൽ ചതിച്ചതുമായി ബന്ധപ്പെട്ടൊരു പേരാണ്. പിന്നെ അവന്റെ ആ ഭീകരതയെ കുറിക്കുന്നതിനാണ് മഹാസർപ്പം എന്ന് കൊടുത്തിരിക്കുന്നത്. അതും തീ നിറമുള്ള വളരെ ബീഭത്സമായ ഭീകരമായ അവസ്ഥ. അതാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ പിശാചിനെ പറ്റി കാണുന്നത്. അവൻ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ. 10-ാമത്തെ വാക്യത്തിലുണ്ട്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നവൻ. അവന്റെ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ ഇത് രണ്ടുമാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുക, ദൈവത്തിന്റെ ജനത്തെ കുറ്റം വിധിക്കുക. മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തുക, വിശുദ്ധന്മാരുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുക. അതും എവിടെ? ദൈവസന്നിധിയിൽ. ഈ പിശാചിന് ദൈവത്തോട് അടുക്കുന്നതിൽ പ്രത്യേകിച്ചുള്ള ഭയമൊന്നുമില്ല. നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ള പേടിയൊന്നും അവന് ദൈവത്തോട് അടുക്കുന്നതിലില്ല. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നത് 10-ാമത്തെ വാക്യത്തിൽ, അവൻ ദൈവസന്നിധിയിലാണ് വിശുദ്ധന്മാരെ കുറ്റം ചുമത്തുന്നത്, നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നു. അതുപോലെ തന്നെ നാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവപുത്രന്മാർ അഥവാ ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നു? സാത്താൻ. സഖരിയാവ് 3-ൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചുമത്തുവാൻ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
യേശുക്രിസ്തുവിന്റെ പരീക്ഷാ നാളുകൾ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ സാത്താന് ഭയമുണ്ടായില്ല അവിടെ. അതായത് Satan has access to God. He can approach God. And therefore he approaches our God and he makes allegations against God's people. He practices slandering. And he often tries to deceive people and cast them out from God's presence and right paths. This is what the devil does. This is what the opponent of God and his people does. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ശത്രുവായ എതിരാളിയായ പിശാച് ചെയ്യുന്നത് മനുഷ്യരെ ദൈവത്തിൽ നിന്നകറ്റിക്കളയുക. അതിനവൻ ഏതറ്റം വരെയും പോകും. ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഭീഷണിപ്പെടുത്തും, പ്രലോഭിപ്പിക്കണമെങ്കിൽ പ്രലോഭിപ്പിക്കും. ഭീഷണിയാണോ പ്രലോഭനമാണോ പിശാചിന്റെ ശക്തമായ ആയുധം ജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റാൻ, വിശേഷിച്ച് ദൈവജനത്തെ ദൈവസന്നിധിയിൽ നിന്നും അകറ്റാൻ സാത്താന്റെ പ്രയോജനപ്പെടുന്ന ആയുധം ഏതാ? പ്രലോഭനമാണോ അതോ ഭീഷണിയാണോ? പ്രലോഭനങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഭക്തന്മാര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, more people led astray from God and his path, even by prosperity and possessions, than poverty and persecutions. ദാരിദ്ര്യത്താലും ഉപദ്രവങ്ങളാലും ദൈവസന്നിധിയിൽ നിന്നും വിട്ടുപോയവരെക്കാൾ അധികമാണ് സമ്പത്തുകൊണ്ടും ധനാഢ്യത കൊണ്ടും സമൃദ്ധി കൊണ്ടും ദൈവത്തെ മറന്നു കളഞ്ഞവർ. ശരിയല്ലേ? സ്തോത്രം. അല്ലെ, സാമ്പത്തിക ലാഭം കൊടുക്കുന്ന സാത്താന്റെ പുതിയൊരു ട്രിക്കാ. മറ്റേ കഷ്ടതയും പട്ടിണിയും പീഡ കൊണ്ടൊന്നും സാധിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ സാമ്പത്തികവും അധികാരമോഹങ്ങളൊക്കെ കൊടുത്ത് പുതിയൊരു ട്രിക്ക് ഇറക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഇന്നത്തെ പ്രസംഗകരും ദൈവസഭയുടെ പല വിശ്വാസികളും ഈ ഒരു കാര്യത്തെ വേണ്ടതുപോലെ തിരിച്ചറിയുന്നില്ല. ഞാനൊരു ഭക്തന്റെ വാക്കുകൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ എവിടെയോ ഒന്ന് ചേർത്ത് വെച്ചിരുന്നു. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതും പല കല്ലും ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ പ്രലോഭനങ്ങളായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ലിയോനാർഡ് റാവൻഹിൽ പറഞ്ഞ കാര്യം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഇപ്പോൾ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഏർലി ചർച്ച് വാസ് മാരീഡ് ടു പോവർട്ടി, prisons and persecutions.
Today, the church is married to prosperity, personality, and popularity. ആദിമസഭ ദാരിദ്ര്യം, തടവറ, ഉപദ്രവങ്ങൾ എന്നിവയെയാണ് വരിച്ചിരുന്നത്, എന്നിവയെയാണ് വിവാഹം കഴിച്ചിരുന്നത്. എന്നാൽ ആധുനിക സഭ ഭരിച്ചിരിക്കുന്നത് പ്രോസ്പെരിറ്റി, സമൃദ്ധി, പേഴ്സണാലിറ്റി, സ്വന്തം വ്യക്തിത്വം, പോപ്പുലാരിറ്റി, പ്രശസ്തി. ഇന്നിവയൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ സാത്താൻ ഇഷ്ടം പോലെ തരാൻ ഒരുക്കുക. അപ്പോൾ സാത്താൻ ഒറ്റ ലക്ഷ്യമുള്ളൂ. അവന് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ജോലിയോ വണ്ടിയോ ഒന്നും അവന് പ്രശ്നമല്ല. അവനൊറ്റ കാര്യമേ ഉള്ളൂ വിഷയം. നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നവരാകരുത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലണം. അതാണ് ഇവിടെ 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുക. അതിന് എന്ത് ഉപദേശമാണോ കൊണ്ടുവരേണ്ടത്, എന്ത് പ്രലോഭനമാണോ കൊണ്ടുവരേണ്ടത്, അതവൻ കൊണ്ടുവരും. ഉപദ്രവങ്ങളാലും പീഡകളാലും ദാരിദ്ര്യത്താലും ദൈവത്തെ വിട്ടകന്നവരെക്കാൾ അധികം പേർ ദൈവത്തെ വിട്ടകന്നിട്ടുള്ളത് സമൃദ്ധി കൊണ്ടും ആഡംബരങ്ങൾ കൊണ്ടും ഭൗമവസ്തുക്കളുടെയും ഭൗതിക സുഖലോലുപതകളുടെയും വർധനവ് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ഭക്തന്മാരും കഷ്ടതകളിൽ തന്നെ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ പിശാചിന്റെ 2 പ്രധാനപ്പെട്ട പ്രവൃത്തികൾ നമ്മളിവിടെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ കാണുന്നു. ഭൂമിയിൽ ജനത്തെ തെറ്റിച്ചു കളയുക, ഏത് നിലയിലെങ്കിലും. ഇന്ന് അവൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന 2 പ്രധാന ആയുധങ്ങളാണ് ദുരുപദേശങ്ങളും സമൃദ്ധിയുടെ ഉപദേശങ്ങളും. ഒരുവന് ധനമുള്ളത് കൊണ്ട് അവൻ പാപിയാകണമെന്നും നരകത്തിൽ പോകണമെന്നും ഇല്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഭൗതികതകളുടെ വർധനവിന് വേണ്ടിയുള്ള ലക്ഷ്യബോധം കൊടുക്കുക, നിത്യതയിൽ നിന്നും ദൃഷ്ടികളെ അകറ്റുക. ദുരുപദേശങ്ങൾ ദൈവത്തിൽ നിന്ന് എങ്ങനെയും മനുഷ്യനെ അകറ്റിക്കളയുക. എത്രയോ തെറ്റായ ഉപദേശങ്ങളാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ ശക്തമായിട്ട് പടരുന്ന ഒരു ഉപദേശമാണ് യേശുക്രിസ്തു ഇനി മടങ്ങി വരികയില്ല എന്നുള്ളത്. അയ്യോ, അദ്ദേഹം AD 70 തന്നെ വന്നിട്ട് പോയി, നിങ്ങൾ അറിഞ്ഞില്ലയോ എന്നാ ചോദിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളിൽ അതിനെക്കുറിച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകളൊക്കെ നടന്നതായി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. തെറ്റിപ്പോകരുത് ജനം. സാത്താന്റെ ലക്ഷ്യത്രേ ഉള്ളൂ, തെറ്റിച്ചു കളയുക. അതെങ്ങനെയും ആകാം. അതാണ് പൗലോസ് ഭയപ്പെടുന്നതായി 2 കൊരിന്ത്യർ 11 പറയുന്നത്. എന്താ പൗലോസിന്റെ ഭയം? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന്. സ്തോത്രം. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയവും, ഞാൻ കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ
നിങ്ങളോട് തന്റെ ചങ്കിലെ ചോര സ്ത്രീധനമായി തന്ന വിവാഹ നിശ്ചയം ചെയ്ത നിങ്ങളുടെ ആത്മമണവാളനായ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. നാം ഭയപ്പെടേണ്ടത് ജോലി പോകുമോ എന്നുള്ളതല്ല, തല പോകുമോ എന്ന് പോലും ഉള്ളതല്ല. സ്തോത്രം. നമ്മുടെ മക്കൾ പരീക്ഷയിൽ തോൽക്കുമോ, അവരുടെ വിവാഹം നടക്കത്തില്ലേ, വിദേശയാത്ര മുടങ്ങുമോ, വീട് പണി പൂർത്തിയാകുമോ, ഇതൊന്നും ആകരുത് നമ്മുടെ ആശങ്ക, നമ്മുടെ ഭയം. നമ്മെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും നമ്മുടെ സഭയിലുള്ളവരെ കുറിച്ചും ഒക്കെ നാം ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ലോകത്തുള്ള ഏത് വിശുദ്ധന്മാരെ കുറിച്ചും നമ്മുടെ ഭയം ഇതയാകാവൂ. എന്തേ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവരുടെ ഹൃദയം, മനസ്സ് വഷളാകുമോ? പിശാചിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കേട്ടോ. പിശാചിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവത്തിന്റെ അടുക്കൽ പോയി വിശുദ്ധന്മാരെ കുറിച്ച് തെറ്റ്, തിന്മ കളവായി പറയും. പക്ഷെ ദൈവസന്നിധിയിലാണ് ഇവൻ പോയി പറയുന്നത് എന്നതുകൊണ്ട് ഇവന്റെ കുറ്റാരോപണം ദൈവം എന്ന ന്യായാധിപന്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. എന്നാലും ഈ മണ്ടൻ ദൈവസന്നിധിയിൽ പോയി വിശുദ്ധന്മാരെ കുറിച്ച് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ചും ചെയ്യും. അവൻ മനുഷ്യന്റെ അടുക്കൽ വന്ന് അവൻ ദൈവത്തെ കുറിച്ച് കളവ് പറയും. അതിൽ പലതും നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. ശരിയല്ലേ? ദൈവത്തെക്കുറിച്ച് ഒത്തിരി കളവ് സാത്താൻ നമ്മോടും പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല അല്ലേ? സംശയം ഇടും. മതിയല്ലോ, മതിയല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം കേട്ടോ. സ്തോത്രം. ആദാം ഹവ്വമാരോടും അത് തന്നെയല്ലേ അവൻ ചെയ്തത്? കുഴപ്പമെന്ന് പറഞ്ഞാൽ സാത്താനും തള്ളിക്കളഞ്ഞെന്നുള്ളത് അല്ലേ? സാത്താൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ സാത്താനും കൂടെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോന്ന് അല്ലേ? ഇല്ല, സാത്താൻ തള്ളിക്കളഞ്ഞെന്നല്ല. സാത്താൻ ഇനിയിപ്പം നമ്മളെ ഒന്നും പരീക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന്, അവന്റെ പൂണിയിലാണെന്ന് നമ്മള്. നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ മതിയല്ലോ ദൈവത്തിൽ നിന്നും നമ്മെ തള്ളിക്കളയേണ്ടതായിട്ട് അവൻ ആവശ്യം വരുന്നത്. Of course, he puts negative things about God in our minds. He puts negative things about his word in our hearts. സാത്താൻ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും നിഷേധാത്മകമായ, നകാരാത്മകമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിടും. സംശയങ്ങൾ ഉളവാക്കിക്കും. വളരെ നാളുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഹവ്വായുടെ അല്ലെങ്കിൽ ആദം ഹവ്വമാരുടെ ജീവിതത്തിൽ സാത്താൻ ചെയ്ത പാപത്തിന്റെ പ്രവൃത്തി. ഏറ്റവും ആദ്യം അവൻ എന്താ ചെയ്തത്?
ഡൗട്ട്, സംശയം കൊണ്ട്. കൺഫ്യൂഷൻ. സ്തോത്രം. ദൈവത്തിന്റെ ആളത്വത്തെയും ദൈവത്തിന്റെ ഉദ്ദേശത്തെയും നമ്മെ കൊണ്ട് അവൻ ആദ്യം സംശയിപ്പിക്കും. സംശയം നമ്മിൽ വേരുപിടിച്ചാൽ, രണ്ട്, ദൈവവചനത്തെ അവിശ്വസിക്കുന്നതിലേക്കെത്തും. ദൈവവചനത്തെ അവിശ്വസിച്ചാൽ മൂന്നാമത്തെ പടി ശുഭം എന്തുവാ? കൽപ്പനാലംഘനം. നേരിട്ടല്ല കൽപ്പനാലംഘനം. ഹൗവയിൽ ആദ്യം സംശയം ജനിപ്പിച്ചു. ദൈവം വാസ്തവമായും പറഞ്ഞിട്ടുണ്ടോ? അവൾ പറഞ്ഞുണ്ട്. അവൾ കൂട്ടിച്ചേർത്തൊന്നും നമ്മളിപ്പോ എടുക്കുന്നില്ല, പോട്ടെ. അവൾ പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ദൈവം പറഞ്ഞത് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. സാത്താൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവളിൽ ആദ്യം ഉണ്ടായത് സംശയമാ. ആഹാ, ദൈവത്തിന്റെ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ ദൈവത്തെ പോലെ ആകരുതെന്നാണല്ലേ? അപ്പോൾ ആദ്യം സംശയമാണ് ജനിപ്പിച്ചത്. ആ സംശയം ജനിപ്പിക്കുന്നതിൽ അവൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പടി എളുപ്പമായി. എന്തായിരുന്നു രണ്ടാമത്തെ പടി? നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞ വാക്കുകളെ നേരെ തിരിച്ചു. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ചു. സംശയം. രണ്ടാമത് അവിശ്വാസം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ, ദൈവത്തിൻ്റെ ആളത്വത്തെ ഒക്കെ സംശയിക്കുന്നു. അത് വചനത്തെ അവിശ്വസിക്കുന്നതിന് കാരണമാകും. വചനം അവിശ്വസിച്ചപ്പോൾ മൂന്നാമത്തെ കാര്യം വളരെ എളുപ്പമായി. തിന്നരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ചു. കൽപ്പനാലംഘനം. See, is progressive. സാത്താൻ ഇതിന്റെ ആദ്യ പടിയെങ്കിലും നമ്മുടെ അകത്ത് ചെയ്തിട്ടില്ലേ? സ്തോത്രം. ഉണ്ടോ? ആദ്യ പടിയെങ്കിലും നമ്മുടെ അകത്തൊക്കെ ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ആരെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും ദൈവത്തിൻ്റെ ആളത്വത്തെയും ഒക്കെ സംശയിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അറിഞ്ഞോണം, ഉപായത്താൽ പണ്ട് ഹൗവയെ ചതിച്ചതുപോലെ ഈ മഹാസർപ്പം നിങ്ങളുടെ അടുക്കലേക്കും ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ്റെ സംശയത്തിൻ്റെ വിത്തുകൾ നമ്മിൽ വളരുവാൻ നാം വെള്ളമൊഴിച്ചു കൊടുക്കരുത്. അവൻ കൊണ്ടിടുന്ന സംശയത്തിൻ്റെ വിത്തുകളെ പൂർണ്ണമായും പിഴുതെറുത് കളവാൻ ദൈവം നമുക്കിന്ന് രാത്രിയിൽ കൃപ തരട്ടെ. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ, സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒക്കെ സംശയിപ്പിക്കും. ഏറ്റവും പ്രധാനമായും പിശാച് സംശയിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ദ പേഴ്സൺ ഓഫ് ഗാഡ്. ദൈവം ഉണ്ടോ അതോ വെറും സങ്കല്പമാണോ ഇതൊക്കെ? 2, ലവ് ഓഫ് ഗാഡ്. സത്യമായിട്ട് ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്നെ? ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനൊക്കെ? ദ പർപ്പസ് ഓഫ് ഗാഡ്.
ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം. ഓ, ഇതിനകത്തൊക്കെ എന്തുവാ സതുദ്ദേശം ഇരിക്കുന്നേ. ഹവ്വയുടെ തന്നെ അനുഭവം എടുത്തോളൂ. ഹവ്വയ്ക്ക് ഏതായാലും ദൈവത്തിന്റെ ആളത്വത്തെ സംശയിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതവിടെ വിജയിക്കത്തില്ലായിരുന്നുകൊണ്ട് അതിനൊക്കെ നോക്കിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല. അതുകൊണ്ട് ദൈവം ഉണ്ടോ, ഈ ദൈവമാണോ ശരി, ആ ദൈവമാണോ ശരി? ചിലപ്പോൾ ദൈവത്തിന്റെ ആളത്വത്തെയും അസ്തിത്വത്തെയും സംശയിക്കുവാൻ നമ്മുടെ മനസ്സിലേക്ക് സംശയങ്ങൾ കൊണ്ടുവരും. രണ്ട്, ദൈവത്തിന്റെ സ്നേഹം. ഹവ്വ, അപ്പൊ ഞങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമുണ്ടോ? ഞാൻ ആഗ്രഹിച്ചത് ദൈവം എനിക്ക് തന്നില്ല, അപ്പൊ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് കിട്ടിയില്ല, ഞാൻ ഉപവസിച്ചത് ദൈവം നടത്തി തന്നില്ല, അവർക്ക് കൊടുത്തത് എനിക്ക് തന്നില്ല. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും സംശയ വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ അവൻ ഉളവാക്കും. ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച്, ഓ എന്താ ഉദ്ദേശമാ, ഉണ്ടാക്കിയിട്ടില്ല ഈ സംശയങ്ങൾ? എന്തായിരുന്നു അവന്റെ ലക്ഷ്യം? ഭൂതലത്തെ തെറ്റിച്ച് കളയുന്നവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. സത്യവിശ്വാസത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയുക. ആവർത്തിക്കട്ടെ, അവന് നമ്മുടെ ജോലിയും നമ്മുടെ വണ്ടിയും നമ്മുടെ പ്രശസ്തിയും ഒന്നുമല്ല വിഷയം. അതൊക്കെ അവൻ ഇങ്ങോട്ട് തരും, ഇങ്ങോട്ട് തരും. യേശുവിന് വാഗ്ദത്തം ചെയ്തവനായവൻ. സ്തോത്രം. കർത്താവിന്റെ അടുക്കലും അത് തന്നെ വന്ന് പറഞ്ഞത്. ലോകത്തുള്ള സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും സ്പ്ലെൻഡർ അവനെ കാണിച്ചു, യേശുവിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ authority and splendor I will give it to you. പാസ്റ്ററിനോട് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, മിസ്റ്റേക്ക് ആയിപ്പോയി.